വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ധന്യമായൊരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ വേദിയിൽ മറ്റ് വിശിഷ്ട വ്യക്തികളൊന്നുമില്ല. പക്ഷേ നമ്മുടെ 1973 മുതൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത ഗുരുശ്രേഷ്ഠനാണ് നമ്മുടെ ഈ വേദിയിലിരിക്കുന്നത്. വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ്. അവരെ കാണുവാനായും അവരോട് സംസാരിക്കാനുമായും വളരെയധികം പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവരെ ക്ഷണിച്ചപ്പോൾ വളരെ കാലമായി അവർക്ക് ഇങ്ങനെ ഒരു വെമ്പൽ കൊള്ളിക്കുകയായിരുന്നു. അവർ പഠിപ്പിച്ച സ്കൂളിലേക്ക് ഒന്നുകൂടി വരാനുള്ളൊരു അവസരം കിട്ടുമോ എന്നുള്ള ആ സന്തോഷത്തിൽ അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം ടീച്ചറെ എനിക്ക് സമയമില്ല കേട്ടോ, അപ്പോൾ ഞാൻ വളരെ ദൂരത്തു നിന്നല്ലേ വരുന്നേ, പിന്നെ പ്രായമൊക്കെ ആയി, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ അന്വേഷണമൊക്കെ പറയുക എന്നൊരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നാണ് ഞങ്ങൾ വരാം, നിങ്ങൾ മറ്റുള്ളവരെ കൂടി വിളിക്കാനുള്ള എനിക്ക് അറിയാനില്ലാത്ത ഫോൺ നമ്പർ കൂടി തന്ന് അവരെ കൂടി വിളിപ്പിച്ച് ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കിയ ഗുരുശ്രേഷ്ഠനാണ് നമ്മുടെ ഈ വേദിയിലിരിക്കുന്നത്. എല്ലാവരുടെയും കാലഘട്ടം ഞാൻ പറയുന്നില്ല. അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അവർ ഇവിടെ പഠിപ്പിച്ച വർഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം എൻ്റെ പ്രധാനപ്പെട്ട കടമ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ പൂർവ്വകാല അധ്യാപകരെ ആദരിക്കലും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് നമ്മുടെ പ്രസിഡന്റാണ്, പക്ഷേ ഒതുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിന് വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടിയുള്ളതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഷാദിയ ബർവിയാണ്. ഷാദിയ ബർവിയെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കിട്ടിയിരിക്കുന്നതും നമ്മൾക്കൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം മുണ്ടോത്തുപറമ്പ് സ്കൂളിലെ ഹെഡ് മാഷായി വിരമിച്ച ആളാണ്. അപ്പോൾ അതും വലിയൊരു സന്തോഷമാണ്. നമുക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് പൂർവ്വ വിദ്യാർത്ഥിയെ തന്നെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അഹമ്മദ് മാഷിനെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ശ്രീ ജയപ്രകാശൻ മാസ്റ്റർ. അദ്ദേഹമാണ് ഏറ്റവും മുൻപ് 1973 കാലഘട്ടത്തിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം എറണാകുളത്തു നിന്നാണ് വരുന്നത്. വളരെയധികം സന്തോഷമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ. കാരണം ഇത്രയും ദൂരം ഈ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സുരേന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം കോട്ടയത്ത് നിന്നും വരുന്ന ആളാണ്. അദ്ദേഹത്തെയും വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല അല്ലെങ്കിൽ ഒന്നും പറയാതെ ആ ടീച്ചറെ എന്നാണ് പരിപാടി, ഞാൻ എത്തുന്നതായിരിക്കും എന്നൊരു പോസിറ്റീവായ മറുപടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അബ്ദുറഹ്മാൻ മാഷ് വേങ്ങരയുള്ളതാണ്. മാഷിനെ പിന്നെ എല്ലാവർക്കും അറിയാം. മാഷും ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. മാഷിനെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജയശ്രീ ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഉണ്ടാകും. ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മുടെ കൈപ്പറ്റ സ്കൂളിൽ വരണം. അവരുടെ പോയതിന് ശേഷം സ്കൂളിൽ വരണം, എല്ലാവരെയും കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറാണ് എല്ലാവരെയും ഒന്നുകൂടി സംഘടിപ്പിച്ച് പോകണമെന്നുള്ള ആ ചിന്തയോടെ വന്നത്.
അവർക്കൊക്കെ ടിക്കറ്റ് കിട്ടാതെ ഇരുന്ന് വളരെ വിഷമത്തിലായിരുന്നു. വരുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പോൾ എങ്ങനെയോ ബസ് ടിക്കറ്റ് കിട്ടി. അങ്ങനെ അവർ പന്തളത്ത് നിന്നും ആണ് ടീച്ചർ വരുന്നത്. ടീച്ചറെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രമണി ടീച്ചറും കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബേബി മാഷ് വടവുകോട് ഉള്ള മാഷാണ്. മാഷ് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിബി ടീച്ചർ എല്ലാവർക്കും അറിയാം, വളരെയധികം കാലമൊന്നും ആയില്ല സിബി ടീച്ചർ പോയിട്ട്. ടീച്ചറെയും യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാൻറ്റിമോൾ ടീച്ചർ ഇപ്പോൾ മലപ്പുറത്താണ്. വളരെ കാര്യം പറയാനുള്ളത്, ഈ വേദിയിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും സർവീസിൽ നിന്ന് പിരിഞ്ഞവരും സർവീസിൽ പിരിയുന്നതിൻ്റെ വക്കത്ത് നിൽക്കുന്നവരും അതുപോലെ ഇനിയും വർഷങ്ങൾ സർവീസിലുള്ള ആളുകളുമുണ്ട്. സിബി ടീച്ചറും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ടീച്ചറെ ഈ യോഗത്തിലേക്ക്, അതുപോലെ ഷാൻറ്റി ടീച്ചറും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ടീച്ചറെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശോഭ ടീച്ചർ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ടീച്ചറും എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. ടീച്ചറെയും നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജയ്മോൾ ടീച്ചർ എറണാകുളത്തു നിന്നാണ് വരുന്നത്. വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ടീച്ചർ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ടീച്ചറും ഈ യോഗത്തിൽ നമ്മുടെ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെയും ഈ ചടങ്ങിലേക്ക് വളരെയധികം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലീല ടീച്ചർ പിന്നെ നമ്മുടെ നാട്ടുകാരി തന്നെയാണ്. രണ്ടത്താണിയാണ് ടീച്ചറുടെ വീട്. ടീച്ചറും യോഗത്തിലേക്ക് എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ടീച്ചറെയും നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആലിസ് ടീച്ചർ പിന്നെ നമ്മുടെ നാട്ടുകാരി അല്ലെങ്കിലും നമ്മുടെ മലപ്പുറംകാരിയായി തന്നെയാണ് ഇവിടെ തുടരുന്നത്. ടീച്ചറെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കദിയാമ ടീച്ചർ ഈ യോഗത്തിൽ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. ടീച്ചറെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി അഹമ്മദ് മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി ശ്രീ അഹമ്മദ് മാസ്റ്ററെ സാദരം പ്രഭാഷണ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നു.